സ്വന്തം സമുദായ സംഘടനയെ പണയം വെച്ച് സംഘപരിവാറുമായി കൈകോർത്ത്, സംഘപരിവാർ വെറുതെ കൈകോർക്കുകയല്ല, 2007 മുതൽ 2015 വരെയുള്ള 8 വർഷക്കാലം കേരളത്തിൽ ലവ് ജിഹാദ് എന്ന ഒരു തെറ്റായ കള്ളപ്രചാരണം അഴിച്ചുവിട്ട് കേരളത്തിൽ അതിരൂക്ഷമായ സാമുദായിക ധ്രുവീകരണം നടത്തിയ ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. അതിൻ്റെ പതാകവാഹകനാണ്. മറ്റു ചിലരുമുണ്ട്, പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ അതിൻ്റെ പതാകവാഹകനായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വിഷയം എടുത്ത് ഇട്ടുകൊണ്ടിരിക്കും. ആ മൂലധനം സ്വരൂപിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കി, BJPയുടെ മുന്നണിയിൽ ചേർന്നു. BJPക്ക് വേണ്ടിയാണ് പാർട്ടി ഉണ്ടാക്കിയത്, NDAക്ക് വേണ്ടിയാണ് പാർട്ടി ഉണ്ടാക്കിയത്. അങ്ങനെ പാർട്ടി ഉണ്ടാക്കിയ ഒരാളെ ചേർത്ത് പിടിക്കണമെങ്കിൽ ആ ചേർത്ത് പിടിക്കുന്ന രാഷ്ട്രീയത്തിന് ചില പ്രശ്നങ്ങളുണ്ട്. അയാളെ നവോത്ഥാന സമിതിയുടെ ചെയർമാനാക്കുകയും അയാൾ എന്ത് വർഗീയ വിദ്വേഷം പ്രസംഗിച്ചാലും അയാൾ കുമാരനാശാനേക്കാൾ മഹാനാണെന്ന് പുകഴ്ത്തുകയും ചെയ്യുന്ന രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം കുറേ കൂടി വെളിവാകുന്ന സംഭവമാണ് നമ്മൾ നിലമ്പൂർ ഇലക്ഷൻ തൊട്ട് മുമ്പ് വണ്ടൂരിൽ കണ്ടത്. അതിനുശേഷം വണ്ടൂരിൽ ആ വിദ്വേഷം പ്രസംഗിച്ച് തൊട്ടുടനെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ പുകഴ്ത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? എന്തിനായിരിക്കാം ഇപ്പോൾ ഒരു വശത്ത് മൈക്രോ ഫിനാൻസ് കേസുണ്ട്. നമുക്ക് മറന്നു പോകാത്ത വേറൊരു കാര്യം, വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത്, അതായത് വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് ഇതേ വെള്ളാപ്പള്ളി നടേശൻ്റെ ഗോഡൗണുകളിലും ഓഫീസുകളിലും CBIയുടെ റെയ്ഡ് നടന്നിരുന്നു. ഈ CBIയുടെ റെയ്ഡിന് ശേഷമാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രത്യക്ഷമായ സംഘപരിവാർ അനുഭവം കാണിച്ചു തുടങ്ങുന്നത്. അതേസമയം തന്നെ മൈക്രോ ഫിനാൻസ് കേസ് വരുന്നു. മൈക്രോ ഫിനാൻസ് കേസ് ഒരു വശത്ത്, മോദി സർക്കാർ മറുവശത്ത്. വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ശരിക്കും BDJS എന്നൊരു പാർട്ടി ഉണ്ടാക്കി NDAക്ക് കൊടുക്കുന്നു. മറുവശത്ത് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ്റെ തൊഴിൽ കൈയിടുന്നു, അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ വെള്ളാപ്പള്ളി നടേശന് പലതരം ലാഭങ്ങളുണ്ടാകും. VS അച്യുതാനന്ദൻ എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ വളരെ ഉറച്ച നിലപാട് സ്വീകരിച്ചെന്ന് കൂടി നമ്മൾ ആലോചിക്കണം. ഒന്ന്, VS അച്യുതാനന്ദൻ ആലപ്പുഴ ജില്ലക്കാരനാണ്. അദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ്റെ സമുദായാംഗം കൂടിയാണ്. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു വന്നൊരു നേതാവാണ് VS അച്യുതാനന്ദൻ. ഈ കേസിൽ, ഈ മൈക്രോ ഫിനാൻസ് കേസിൽ പരാതിക്കാർ എന്ന് പറയുന്ന 124ഓളം കേസുണ്ട്. ഈ പരാതിക്കാർ എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ നേതൃത്വം കൊടുക്കുന്ന സമുദായത്തിലെ ഏറ്റവും തൊഴിലാളി വർഗത്തിൽപ്പെട്ട സ്ത്രീകളാണ് പരാതി കൊടുത്തിട്ടുള്ളത്. അവരെയാണ് പറ്റിച്ചിട്ടുള്ളത്. അപ്പോൾ VS അച്യുതാനന്ദൻ ആരെയാണ് പ്രതിനിധീകരിക്കുന്നത്? ആ സമുദായത്തിലെ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട സ്ത്രീകളെയും ആ ജനവിഭാഗങ്ങളെയാണ് പ്രതികരിക്കുന്നത്. VS അച്യുതാനന്ദൻ എന്തുകൊണ്ടാണ് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത്? വെള്ളാപ്പള്ളി നടേശനല്ല ഈ സമുദായത്തിൻ്റെ വോട്ട് തീരുമാനിക്കുന്നത്. ആ വോട്ട് ബാങ്ക് വെള്ളാപ്പള്ളി നടേശൻ്റെ പോക്കറ്റിലല്ല എന്ന് VSന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ചലഞ്ച് ചെയ്ത രാഷ്ട്രീയ നേതാക്കളൊക്കെ വിജയിക്കുകയും, തോൽപ്പിക്കുമെന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാക്കൾ വിജയിക്കുകയും അദ്ദേഹം ജയിപ്പിക്കണമെന്ന് പറയുന്നവരൊക്കെ തോറ്റുകയും ചെയ്യുന്നതുകൊണ്ടാണ്? അത് വെള്ളാപ്പള്ളി പറയുന്നിടത്തല്ല ഈഴവ സമുദായം വോട്ട് ചെയ്യുന്നതെന്നുള്ളതുകൊണ്ടാണ്. അത് നന്നായി മനസ്സിലാക്കിയ ഒരാളാണ് VS അച്യുതാനന്ദൻ. പക്ഷേ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് സംഘപരിവാറിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് അവർക്ക് പാർട്ടി ഉണ്ടാക്കി കൊടുത്ത് ഈഴ വോട്ട് ബാങ്കിനെ BJPയിൽ ലയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളെ ചേർത്ത് പിടിക്കുകയാണ്. എന്തിനു വേണ്ടി? അതിപ്പോഴും ദുരൂഹമാണ് എന്ന് മാത്രമല്ല, അങ്ങനെ ചേർത്ത് പിടിക്കുന്ന രാഷ്ട്രീയത്തിന് ഗുരുതരമായ പ്രശ്നമുണ്ട്, പ്രത്യേകിച്ചും മോദി സർക്കാരിൻ്റെ കാലത്ത്.